പലപ്പോഴും നമുക്ക് തെറ്റായ ഒരു ഇതുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക, ഈ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ പലപ്പോഴും നമ്മൾ പ്രാക്ടിക്കൽ, പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടില്ലേ, വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ജീവിതത്തിൽ വിജയിക്കുന്ന ആൾക്കാരിൽ പല ആൾക്കാരും സാധാരണ ആൾക്കാരാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന ഭയങ്കര ക്വാളിഫൈഡ് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പലപ്പോഴും, എല്ലാവരും മോശമെന്നല്ല പറഞ്ഞത്, അവർ പലരും പ്രായോഗിക ജീവിതത്തിൽ പലപ്പോഴും അവരെക്കാളും സക്സസ്ഫുൾ ആയിട്ട് ഇഷ്ടംപോലെ സാധാരണ ആൾക്കാരെ കാണാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണ്? സാധാരണ ആൾക്കാരാവും ചെറുപ്പം മുതൽ ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. എപ്പോഴും അവൻ പ്രോബ്ലം സോൾവിങ്, എല്ലാ ദിവസവും എവരിഡേ പ്രോബ്ലം സോൾവിങ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രോബ്ലം സോൾവ് ചെയ്ത് പ്രാക്ടീസ് വരുന്ന ഒരാളാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയിക്കാൻ ചാൻസ്. ഏറ്റവും കൂടുതൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആർക്കാണ് അവസരം കിട്ടുന്നത്? ഏറ്റവും കൂടുതൽ പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യുന്ന ഒരാൾക്ക്, ഏറ്റവും കൂടുതൽ സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ അവസരം കിട്ടുന്ന ഒരാൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ചിന്തയുണ്ടാകുന്നത്. നല്ലൊരു എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ അയാളുടെ ലൈഫ് 24 മണിക്കൂറാണ്. ചിലപ്പം ഭാര്യയ്ക്ക് നമുക്ക് ഐസ്ക്രീം മേടിച്ച് കൊടുത്ത് ഇരിക്കണം എന്നൊക്കെ ആയിരിക്കും ഭാര്യയുടെ ആഗ്രഹം. അതൊന്നും ചിലപ്പോൾ നടന്നെന്ന് വരില്ല. ചിലപ്പോൾ സിനിമാ തിയേറ്ററിൽ പോകാനായിട്ടിരിക്കുന്ന സമയത്ത് പോകുന്ന പോയി തിരിച്ചു പോകേണ്ടി വരും. ഇതൊക്കെ സാധാരണ ഒരു എൻ്റർപ്രണർഷിപ്പിനകത്തുള്ളതാണ്. 24 മണിക്കൂർ ഓണായിരിക്കണം. 24 മണിക്കൂറുമാണ് ഒരു എൻ്റർപ്രണറുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ആസ്വാദനമുണ്ട്. ആസ്വാദനം എന്താണ്? ഒരു കൊച്ചിനെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു ആസ്വാദനമാണ്. ഒരു കൊച്ചിനെ വളർത്തിക്കൊണ്ട് വരുന്ന കഷ്ടപ്പാടാണെന്ന് വെച്ചാൽ കഷ്ടപ്പാടാണെന്ന് വേണേൽ പറയാം. ആ കൊച്ചിനെ വളർത്തിക്കൊണ്ട് വരുന്ന സന്തോഷവും ആസ്വാദനമുണ്ട് ഒരു ബിസിനസ് വളർത്തിക്കൊണ്ട് വരുന്നത്. ഒരു എൻ്റർപ്രണർ അങ്ങനെയാണ് എപ്പോഴും കാണുന്നത്. അതിനകത്ത് ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യുക, അത് കറക്റ്റ് ചെയ്യുക, തിരുത്തുക, വീണ്ടും മെച്ചപ്പെടുത്തുക, വേറെ സ്ട്രാറ്റജി നോക്കുക. ഇതാണ് ഒരു എൻ്റർപ്രണറുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ. 24 hours ഒരു എൻ്റർപ്രണറുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ആസ്വാദനമുണ്ട്. കാശ് എന്നാൽ മാത്രം ചിന്തിച്ചിട്ടല്ല അവരെല്ലാം വർക്ക് ചെയ്യുന്നത്. അതിനകത്തൊരു ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുക, ആ പ്രൊജക്റ്റ് വിജയിപ്പിക്കാൻ വേണ്ടി സ്ട്രാറ്റജികൾ മാറ്റി നോക്കി ഇതിനകത്തൊക്കെ ഒരു ആസ്വാദനം, സന്തോഷവും ഒക്കെ ഉണ്ടാവും. അതാണ് ഒരു എൻ്റർപ്രണറുടെ ലൈഫ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഏറ്റവും കൂടുതൽ നിങ്ങൾ കോൺഫിഡൻസ് കൂടുന്ന 2 മേഖലയാണ് പൊതുവെ കാണാറുള്ളത്. ഒന്ന് പൊളിറ്റിക്സിൽ ലീഡേഴ്സിനെ നിങ്ങൾ നോക്കുക. 80 വയസ്സായ ആളും അടുത്ത ഇലക്ഷന് പ്രിപ്പയർ ചെയ്യുവാണ്. അവർക്കൊന്നും ഈ പറഞ്ഞ റിട്ടയർമെൻറ്റും ഇല്ല, നിരാശയില്ല. പരാജയപ്പെട്ട് മുഴുവൻ പോയതിന് ശേഷം അവരടുത്ത 5 വർഷം കഴിഞ്ഞുള്ള ഇലക്ഷനുള്ള പ്രിപ്പറേഷൻ പിറ്റേ ദിവസം തുടങ്ങുകയാണ്. അവരാരും ആത്മഹത്യ ചെയ്യുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ പൊളിറ്റീഷ്യൻസിനെ കുറിച്ച് നെഗറ്റീവായിട്ടൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടോ? നിങ്ങൾ നോക്കുക, ലീഡർ കേക്കർമാരൊക്കെ മുഴുവൻ തകർന്നടിച്ചിട്ടും പിന്നെയും പറയുന്നത് അടുത്ത ഇലക്ഷൻ അന്നേരം പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സദയം സിനിമയിലൊക്കെ അതുപോലത്തെ ചില സിനിമകൾ തൂക്കിക്കൊല്ലാൻ വിധിച്ച ജയിലിൽ കിടക്കുന്ന പ്രതിയുടെ അവസ്ഥയിൽ ഇനി എന്നാണ് ഡേറ്റ് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണ് സാധാരണ ആൾക്കാർ കൂടുതൽ. ഡേറ്റ് മാത്രം അറിഞ്ഞാൽ മതി, ബാക്കി നമ്മൾ തയ്യാറായി റെഡിയായിട്ടിരിക്കുകയാണ്. ശിക്ഷയുടെ ഡേറ്റ് എന്നൊന്ന് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ നോക്കൂ, ഈ കേരള ഇവിടുത്തെ പൊളിറ്റിക്സ് ആണെങ്കിലും നാഷണൽ പൊളിറ്റിക്സ് ആണെങ്കിലും നോക്കൂ, അവരൊന്ന് റിട്ടയർ ചെയ്യാൻ, അവരോടൊന്ന് റിട്ടയർ ചെയ്യുമെന്നാണ് ബാക്കി ചെറുപ്പക്കാർ മുഴുവൻ പറയുന്നത്. അടുത്തും കൂടെ കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്യാമെന്ന് അവർ പറഞ്ഞു. സേവനം നടത്തി മതിയായില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അത് കോൺഫിഡൻസ് ഞാനിതൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ രാഷ്ട്രീയം പറഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളെയും സൗഹൃദങ്ങളെ കളയാൻ വേണ്ടിയല്ല, രാഷ്ട്രീയത്തിന് ലീഡർഷിപ്പ് പഠിക്കാൻ പറ്റും, അവരുടെ മൈൻഡ് സെറ്റ് പഠിക്കാൻ പറ്റും. പല ആൾക്കാരും അവരുടെ ജീവിതം എത്ര 80-84 വയസ്സായ ആൾക്കാർ ഇപ്പോഴും പറയുന്നത് അടുത്ത ഇലക്ഷൻ ഞാൻ ഇന്നടത്താണ് നിൽക്കുന്നത്. അത് പറയുന്ന പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ വീട്ടിലും നമ്മുടെ വീട്ടിലൊക്കെ 84 വയസ്സായ ആൾക്കാരുണ്ടാവും. അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി, ഇവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച്, എന്താ ഡിഫറൻസ്? ഇത് തന്നെയാണ് എൻ്റർപ്രണർഷിപ്പ്. എൻ്റർപ്രണേഴ്സിന് അവർക്ക് റിട്ടയർമെൻറ്റ് ഇല്ല. അവരെ സംബന്ധിച്ച് അവർ ആസ്വദിക്കുന്നുണ്ടാണ് ചെയ്യുന്നത്. ചില ആൾക്കാർ ചോദിക്കും കാശുണ്ടാക്കി മടുത്തില്ല. കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, എൻ്റർപ്രണേഴ്സിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ത്രില്ലിംഗ് ആണ്. അതായത് എന്നും ചലഞ്ചസ്, സാധാരണ ആൾക്കാർ ഇതിനെയൊക്കെ വലിയ പ്രതിസന്ധികളായിട്ട് കാണും. എൻ്റർപ്രണേഴ്സ് ഫ്രണ്ടിൽ വരുന്ന ഓരോന്നും പുതിയ ചലഞ്ചസാണ്. ഓക്കെ, അടുത്ത ഹഡിൽസ്, ഞാനിത് ചാടിക്കിടക്കണം, അടുത്ത സാധനം ദിവസവും ഇതുപോലത്തെ സാധനങ്ങൾ വരും. അതാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ.